ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ. ഇന്ന് നവംബർ 26. ഇന്ത്യക്കാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഭീകരമായ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മൾ നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഇപ്പോൾ ഞാനുള്ളത് മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തും ഒപ്പം നവംബർ 26 ആക്രമണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്ന താജ്മഹൽ പാലസ് ഹോട്ടലിൻ്റെ മുന്നിലാണ്. ഈ കാഴ്ചകൾ പങ്കുവെക്കുമ്പോൾ വെറും ഒരു യാത്ര എന്നതിനുപരി ഓർമ്മകളിലൂടെയുള്ളൊരു സഞ്ചാരമായിരിക്കും ഇത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ടിക്കറ്റും കാര്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ബാഗും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യിപ്പിക്കുക, ഉള്ളിലേക്ക് കയറാം. അപ്പോൾ എൻ്റെ ഫാമിലി, ഹസ്ബൻഡും മോളും ഉണ്ട് കൂടെ, പിന്നെ ഫ്രണ്ട്സ് ഉണ്ട്, അവരും വൈഫും കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇത്രയും പേര് ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ട്, കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പോവാണ്. ഈ വലതുവശത്ത് കാണുന്നത് താജ് ഹോട്ടലും ഇടതുവശത്ത് കാണുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഹോട്ടലിനെ കുറിച്ച് പറയാം. 1903 JN ടാറ്റ സ്ഥാപിച്ച ഈ ഹോട്ടൽ മുംബൈയുടെ ഒരു മുഖമുദ്രയാണ്. ഇതിനു പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട് കേട്ടോ. എന്നാൽ 2008 നവംബർ 26 ഈ ചരിത്ര സ്മാരക ഭീകരന്മാരുടെ ആക്രമണത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. തീവ്രവാദികൾ ഹോട്ടലിൻ്റെ പല ഭാഗത്തും ആക്രമണം നടത്തി. ഹോട്ടലിൻ്റെ മുകൾ ഭാഗം മൊത്തത്തിൽ കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് പറയുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യനെ കുറിച്ചാണ് കേട്ടോ. താജ് ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തല ഉയർത്തി നിൽക്കുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയാണ്. 1924 നിർമ്മിച്ച ഈ മനോഹരമായ കമാനം ബ്രിട്ടീഷ് രാജാവായ ജോർജ് 5നെയും രാജ്ഞി മേരിയെയും സ്വീകരിക്കാനാണ് നിർമ്മിച്ചത്. ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്ന ഇത് ഇന്ത്യയിലെ ഒരുപാട് പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആക്രമണം നടത്തിയ ഭീകരർ ബോട്ടിൽ വന്നിറങ്ങിയത് ഇതിനടുത്തുള്ള സ്ഥലങ്ങളിലായിരുന്നു. നമ്മളിവിടെ നിൽക്കുമ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളും നമ്മളോട് പറയുന്നത് ഒരേ ഒരു കഥയാണ്. ധീരതയുടെയും സമാധാനത്തിൻ്റെയും ഒരിക്കലും തളരാത്ത മുംബൈ നഗരത്തിൻ്റെ കഥ. ഈ അറ്റാക്കിൽ മലയാളിയായ ഒരു ധീര ജവാൻ കൂടി മരണപ്പെടുകയുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ NSG 51 സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ആക്രമണത്തിലെ ഏറ്റവും തിളക്കമുള്ള ധീരസാക്ഷികളിൽ ഒരാളാണ് അദ്ദേഹം. അങ്ങനെ ഇത് ഈ സംഭവങ്ങളുടെ ഓർമ്മയിൽ ഞങ്ങൾ ഇത് ചുറ്റി കാണാൻ പോവാണ് കേട്ടോ. അപ്പം ഞങ്ങളിതിൻ്റെ ഇടതുവശത്ത് കൂടെ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഇടതുവശത്ത് കൂടെ ആണ് ഞങ്ങൾ പോകുന്നത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെയും താജ് ഹോട്ടലിൻ്റെയും മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കടൽ കാഴ്ചകളും അവിടെയുള്ള കപ്പലുകളും ബോട്ടുകളും വളരെ ആകർഷകമാണ്. നമ്മളിപ്പോൾ നോക്കി നിൽക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയതും ചരിത്രപരമായി പ്രാധാന്യമുള്ളതുമായ മുംബൈ ഹാർബറിലേക്കാണ്. അറബിക്കടലിൻ്റെ ഈ ഭാഗം മുംബൈ നഗരത്തിൻ്റെ ജീവനാഡിയാണ്. ലോകമെമ്പാടുമുള്ള ചരക്ക് കപ്പലുകൾ ഇവിടെ വരുന്നു പോകുന്നു. അതുകൊണ്ട് മുംബൈ ഇന്ത്യയുടെ പ്രധാന വാണിജ്യ തലസ്ഥാനമായി കണക്കാക്കുന്നത്. ഇവിടെ ചെറിയ ബോട്ടുകളും മുംബൈയുടെ ഒരു സാധാരണ കാഴ്ചയാണ്. ഇവിടെ ഇന്ത്യൻ നേവിയുടെ ഒരു പ്രധാന താവളവും സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കാണികളെ നന്നായി ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ്. ബോട്ടിംഗ് ചാർജൊക്കെ കൂടുതലായതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. 2 പിള്ളേരായതുകൊണ്ട് ഞങ്ങൾ കയറാൻ മടി കാണിച്ചിരുന്നു. കാരണം മോൾക്ക് വെള്ളം കാണുമ്പോൾ തന്നെ പേടിയായിരുന്നു. അതുകൊണ്ട് കയറാൻ പറ്റിയില്ല. ഇനി ഒരു ദിവസം വരികയാണെങ്കിൽ കയറണമെന്ന ആഗ്രഹം കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഞങ്ങളുടെ ഈ കാഴ്ചകളിലേക്ക് പോവാണ്. ഒരുപാട് ബോട്ടുകൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഒരുപാട് പേര് പോകുന്നുണ്ട്. പിള്ളേരെയും കൊണ്ട് 2 മണിക്കൂർ കറങ്ങുക എന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ള കാര്യമായതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിൻ്റെ കുട്ടിക്ക് കയറണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പോയി റേറ്റൊക്കെ ചോദിച്ചു. റേറ്റൊക്കെ നല്ല കൂടുതലായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ഈ കാഴ്ചകളൊക്കെ കാണും. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്, ടച്ച് ചെയ്തിട്ടാണ് താജ് ഹോട്ടൽ നിൽക്കുന്നത് കേട്ടോ. ഈ കടലിന് ടച്ചായിട്ടാണ് താജ് ഹോട്ടൽ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ ഒരു നിൽക്കുമ്പോൾ തന്നെ ഒരു സമാധാനമുണ്ട് കേട്ടോ. നല്ല കാഴ്ചകളും നല്ല തിരക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു.
അവിടെ ഫോട്ടോ അപ്പം തന്നെ എടുത്ത് കൊടുക്കുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൊബൈലുകളിലും അല്ലാതെയും ഫോട്ടോയൊക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ഒരുപാട് നേരം നിൽക്കാനൊന്നും ഞങ്ങൾക്ക് സാധിച്ചില്ല കേട്ടോ. അങ്ങനെ ഇത് ഈ ഓർമ്മകളൊക്കെ അയവിറക്കി ഞങ്ങൾ ഈ യാത്ര അവസാനിപ്പിക്കാൻ പോവാണ്. നമുക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ഈ കാഴ്ചകൾ നമ്മുടെ ധീര രക്തസാക്ഷികൾക്ക് നൽകുന്ന ഒരു ആഞ്ജലിയാണ്. ഓരോ നവംബർ 26-നും നമ്മൾ ഓർമ്മിക്കണം ജീവൻ നഷ്ടപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളെയും ഭീകരതയെ ചെറുത്ത് തോൽപ്പിച്ചവരെയും. ഇന്ന് ഈ കാഴ്ചകൾ കണ്ടപ്പോൾ എൻ്റെ ചിന്ത ഇതാണ്: സമാധാനമാണ് ഏറ്റവും വലിയ ശക്തി, ഭീകരതയെ ഒരിക്കലും വിജയിപ്പിക്കില്ല. ഇവിടെ വന്ന അനുഭവം വെച്ച് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ കാഴ്ച മനോഹരമാണ്. അപ്പോൾ മുംബൈ വരുന്നവർ തീർച്ചയായും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് കാണുക, ആസ്വദിക്കുക. മനോഹരമാണ്, മനസ്സിന് കുളിർമ നൽകുന്ന ഒന്നും കൂടിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ വരുന്നവർ രാവിലെയും വൈകുന്നേരം സമയങ്ങൾ തിരഞ്ഞെടുക്കുക. കാരണം ഞങ്ങളെപ്പോലെ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ 8ൻ്റെ പണി കിട്ടും. നല്ല വെയിലാണ്, അതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരു വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹോട്ടലിൽ കയറാൻ പറ്റിയിട്ടില്ല. നമ്മളെ കൊല്ലുന്ന വിലയാണെന്ന് ഏട്ടൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ ഭാഗം മൈൻഡാക്കാനും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.